ഹലോ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ എങ്ങനെയാണ് മെലിഞ്ഞത്, ചേച്ചിയുടെ വെയിറ്റ് ലോസ് ഒന്ന് ഷെയർ ചെയ്യാവോ, അത് ജിമ്മിന് പോയോ, വർക്കൗട്ട് ആണോ, എങ്ങനെയാണ് ആ ബോഡിയിൽ നിന്നും ഇങ്ങനെ മെലിഞ്ഞതൊന്ന് ഷെയർ ചെയ്യാവുന്ന. ഹെർബൽ ലൈഫിന് എന്തെങ്കിലും പ്രോഡക്റ്റ് ചേച്ചി എടുത്തിട്ടുണ്ടോ, ഹെർബൽ ലൈഫ് എടുക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ മെലിയും എന്നൊക്കെ ഒരുപാട് കമന്റ് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. ഞാൻ എങ്ങനെയാണ് ആ കോലത്തിൽ നിന്ന് ഇങ്ങനെ മെലിഞ്ഞത്. എനിക്ക് ആ ടൈമിൽ, അതായത് ഒരു 6 വർഷങ്ങൾക്ക് മുന്നേ എനിക്കൊരു ഏകദേശം 90-95ഓളം അടുപ്പിച്ച് എനിക്ക് വെയിറ്റ് ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ പ്രഗ്നൻസി ടൈമിലായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. 95-97 വരെയൊക്കെ പോയിട്ടുണ്ട്. പിന്നെ ആ ടൈമിൽ എന്തായാലും നമ്മൾ നമ്മുടെ വെയിറ്റും കാര്യങ്ങളും ഒക്കെ കൂടിപ്പോയാലും കുഴപ്പമില്ല, മെലിഞ്ഞിരിക്കണം എന്ന് എന്തായാലും നമ്മൾ നോക്കില്ല. കാരണം കൊച്ചിന് നല്ല വെയിറ്റ് ഉണ്ടാവണം, നല്ല തക്കുടുവാവയായിരിക്കണം എന്നൊക്കെ മാത്രമേ എൻ്റെ മൈൻഡിൽ ഉണ്ടായിരുന്നുള്ളൂ. അല്ലാതെ ആ സമയത്തൊന്നും എനിക്ക് എൻ്റെ ബോഡി നോക്കി എൻ്റെ വണ്ണം കുറച്ചിട്ട് എൻ്റെ കുഞ്ഞിങ്ങനെ മെലിഞ്ഞിരുന്നു അങ്ങനെ അല്ലായിരുന്നു. എനിക്ക് നല്ല തക്കുടുവാവ വേണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞാൻ അങ്ങനെ എൻ്റെ കയ്യിൽ എന്താണോ എനിക്ക് കിട്ടുന്നത്, വിശപ്പിന് എന്തെങ്കിലും കിട്ടുമോ ആ സമയത്ത് ഞാനത് കഴിക്കും. അല്ല ഇത് കഴിച്ചത് കൊണ്ട് എനിക്ക് വണ്ണം കൂടുന്ന വെച്ചിട്ട് ഞാൻ അങ്ങനെ ഒരു സാധനവും സ്കിപ്പ് ചെയ്തിട്ടില്ല. പ്രഗ്നൻസി ടൈമിലുള്ള കാര്യമാണ്. പിന്നെ അതിനുശേഷം പിള്ളേര് വളർന്ന് പിള്ളേര് അതായത് ഫീഡിംഗ് ഒക്കെ സ്റ്റോപ്പ് ചെയ്തിട്ട് അവര് ഡേ കെയറിൽ പോയി തുടങ്ങി, സ്കൂളിൽ പോയി തുടങ്ങിയ സമയത്ത് ഞാൻ പതിയെ എന്റെ ഫുഡ് കൺട്രോൾ ചെയ്യാൻ തുടങ്ങി. ഫീഡിങ് ചെയ്യുന്ന ടൈമിൽ ഞാൻ അങ്ങനെ ഫുഡ് കൺട്രോൾ ചെയ്തിട്ടില്ല. കാരണം നമ്മളെന്ന് മാത്രമല്ലേ എടുക്കുന്നുള്ളൂ. അതുകൊണ്ട് ആ ടൈമിലും വലിയ രീതിക്ക് ഡയറ്റും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. എല്ലാ സാധനവും ഞാൻ കഴിക്കുമായിരുന്നു. എൻ്റെ കയ്യിൽ കിട്ടുന്ന എന്തൊക്കെയാണോ അതെല്ലാം ഞാൻ കഴിക്കുമായിരുന്നു. വിശന്നിരിക്കുന്ന സമയത്ത് എന്ത് കിട്ടിയാലും ഞാൻ കഴിക്കും, അങ്ങനത്തെ ടൈപ്പായിരുന്നു. പക്ഷെ അതിന്നെല്ലാം മാറിയിട്ടായിരുന്നു പിന്നെ എൻ്റെ സ്വന്തമായിട്ടുള്ള ഡയറ്റ്. അങ്ങനെ എനിക്കൊരു പ്രത്യേകിച്ച് ഡയറ്റീഷ്യനോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. എനിക്ക് എന്താണ് തോന്നുന്നത്, ഞാൻ ഇത് കഴിച്ചാൽ വണ്ണം കുറയും അല്ലെങ്കിൽ ഇത് കഴിച്ചാൽ വണ്ണം കൂടും എന്ന് തോന്നുന്നത് എനിക്ക് എന്താണോ എനിക്ക് കംഫർട്ടായിട്ട് തോന്നിയിട്ടുള്ള ആ സാധനം മാത്രമേ ഞാൻ എൻ്റെ വെയിറ്റ് ലോസിനകത്ത് സ്കിപ്പ് ചെയ്തിട്ടുള്ളൂ. മെയിനായിട്ട് പട്ടിണി കിടക്കുക എന്ന് പറഞ്ഞാൽ രാവിലെ അങ്ങനെ കാപ്പി കഴിക്കാറില്ല. ഒരു 1 മണി 1:30 വരെയൊക്കെ മാക്സിമം ഞാൻ പിടിച്ചു നിൽക്കും. എന്നുവെച്ചാൽ കൂടുതലും അങ്ങനെ വെറുതെ ഫോണ് നോക്കി റീൽസ് കണ്ട് ഇരിക്കുന്ന ഒരു ടൈം അല്ലായിരുന്നു എൻ്റെത്. രാവിലെ എണീക്കുന്നു, പിള്ളേർ സ്കൂളിൽ പോകുന്ന ടൈമാണെങ്കിൽ 5 മണി 6 മണിക്ക് 5:30 ആകുമ്പോഴത്തേക്കും ഏകദേശം അലാറം വെച്ചിട്ടാണ് ഞാൻ എണീക്കുന്നത്. 5:30-6 മണിക്കൊക്കെ എണീറ്റ് കഴിഞ്ഞാൽ നേരെ കിച്ചണിൽ പോവും. രാവിലെ കാപ്പി ഉണ്ടാക്കും. ഡേ കെയറിൽ പോണ സമയത്താണെങ്കിൽ പിള്ളേർക്ക് കുറുക്കും കാര്യങ്ങളും കൂടെ ഞാൻ ഡേക്കറി കൊടുത്തു വിടും. 11 മണിക്ക് കഴിക്കാം. പിന്നെ അവർക്കുള്ള കുറുക്കം ഉണ്ടാക്കും, പിന്നെ അവർക്കുള്ള കാപ്പി ഉണ്ടാക്കും, പിന്നെ അവർക്ക് കൊടുത്തു വിടാനുള്ള ലഞ്ച് എല്ലാം റെഡിയാക്കണം. ഇതെല്ലാം ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. ആ ടൈമിൽ എൻ്റെ കൂടെ ആരുമില്ല. അമ്മ ഇപ്പോഴാണ് ഉള്ളത്. അമ്മ ഇപ്പോൾ ഉള്ളത് കൊണ്ട് എനിക്ക് ഏകദേശം കിച്ചണിലെ ജോലിയൊക്കെ ഏകദേശം ഒന്ന് കുറവാണ്. ഇപ്പൊ അമ്മ തന്നെ എല്ലാം ചെയ്യുന്നത്. ആ ടൈമിൽ എല്ലാം ഒറ്റയ്ക്ക് എന്ന് വെച്ചാൽ മെഷീൻ പോലെ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമാണ്. 5:30-6 മണിക്ക് എണീച്ച് കഴിഞ്ഞാൽ കിച്ചണിലെ ജോലി, പിള്ളേരെ കാര്യം, 2 പേർക്ക് ഫുഡ് വയറ് നിറയെ അവരങ്ങനെ വാരി കഴിക്കൂല. ഞാൻ തന്നെ വാരി കൊടുക്കണം. 2 പേർക്കും, ഒരാളെ ഇടുപ്പിൽ വെച്ചിട്ട് ഒരാളെ കൊണ്ടു കിടന്ന് ഇങ്ങനെ വാരി കൊടുക്കണം. അപ്പൊ എന്റെ ശരീരത്തിന് നല്ല രീതിക്കുള്ള വ്യായാമം ഉണ്ടായിരുന്നു. എനിക്കങ്ങനെ ജിമ്മിന് പോലെ ടൈമൊന്നും സത്യം പറഞ്ഞാൽ ഇല്ല. പിള്ളേരെ കാര്യം, വീട്ടിലെ ജോലി, വാഷിംഗ് മെഷീൻ ഒന്നും ഇല്ല. കല്ലിൽ തന്നെയാണ് തുണി എല്ലാം കഴുകുന്നത്. അപ്പൊ ഇവരെ സ്കൂളിൽ വിട്ടിട്ട് വേണം, കൊണ്ടുവിട്ടതിന് ശേഷമാണ് പിന്നെ ബാക്കി മീൻ മേടിച്ചുകൊണ്ട് വരുമ്പം മീൻ വെക്കണം, ചോറ് വെക്കണം, കറി വെക്കണം, പിന്നെ തുണി അലക്കണം. ഇതെല്ലാം കഴിയുമ്പോഴത്തേക്കും ഏകദേശം 1 മണി 1:30. പിന്നെ ഇതിനിടയ്ക്ക് എനിക്ക് ഫുഡ് കഴിക്കാൻ എന്തായാലും തോന്നില്ല. ഈ ജോലിയെല്ലാം പെട്ടെന്ന് ഒതുക്കണം. അടുത്ത ഒരു മണിക്കൂറെങ്കിലും രാവിലെ എണീക്കുന്നില്ല, അപ്പോൾ ഒരു 1/4 മണിക്കൂറെങ്കിലും കിടന്ന് ഉറങ്ങണം എന്ന് വെച്ചിട്ട് പെട്ടെന്ന് ജോലി ഒതുക്കണം എന്നുള്ളത് മാത്രമേ മൈൻഡിലുള്ളൂ. അതല്ലാണ്ട് നേരത്തെ ഫുഡ് കഴിക്കണം. എന്തായാലും എനിക്ക് വണ്ണം കുറയ്ക്കണമെന്നുള്ള ആഗ്രഹം കൂടെ ഉള്ളത് കൊണ്ട് ഞാൻ മെയിനായിട്ട് ഫുഡ് പതിയെ സ്കിപ്പാക്കി തുടങ്ങി. രാവിലെ കാപ്പി അങ്ങനെ കഴിക്കൂല. 12-1 മണി വരെ പിടിച്ചു നിന്നിട്ട് ജോലിയെല്ലാം കഴിയുമ്പോഴത്തേക്കും പതിയെ കാപ്പി എടുത്തോണ്ട് വന്നിട്ട് TV കാണുക, റീല് കാണുക, എന്തെങ്കിലും ചെയ്തിട്ട് രാവിലത്തെ കാപ്പി എടുക്കും. അപ്പൊ കാപ്പി കഴിച്ച് തിരുമ്പോൾ തന്നെ 1:30-1:45 ആവും. അതായത് നമ്മൾ ഉച്ചയ്ക്ക് ചോറ് കഴിക്കുന്ന ടൈമാണ് എന്റെ കാപ്പി കൂടി. അതുവരെ വെള്ളമൊക്കെ കുടിച്ച് അഡ്ജസ്റ്റ് ചെയ്യും. രാവിലെ എണീക്കുമ്പോഴത്തേക്കും ആ സമയത്ത് ഒരു ചായ മസ്റ്റാണ്. എനിക്ക് ചൂട് ചായ കുടിക്കണം ഭയങ്കര ഇഷ്ടമാണ് ആ സമയത്ത്. ഇപ്പൊ കുടിക്കൂല. രാവിലെ എണീറ്റോണ്ട് ചായ കുടിച്ചില്ലേ വയറ്റിനകത്ത് ആകെ ഒരു മാതിരിയാണ്. ചായ അല്ലെങ്കിൽ കാപ്പിയോ കട്ടനോ അങ്ങനെ എന്തെങ്കിലും അത് കുടിക്കും. 2 പേരെയും കൊണ്ട് കുളിപ്പിക്കണം, പിന്നെ അടുത്ത ചായ ഇടണം, പിന്നെ തൂക്കണം, വിളക്കൊരുക്കണം, മുറ്റമടി എല്ലാം ആയിട്ട് ആകെ പ്രാന്തെടുക്കുന്ന ഒരു ടൈമായിരുന്നു ആ സമയത്ത്. 2 പേരും കുഞ്ഞായിരുന്ന സമയത്ത് ഹെൽപ്പ് ചെയ്യാൻ ആരും ഇല്ലല്ലോ, ഒറ്റയ്ക്കാണ് എല്ലാം ചെയ്യുന്നത്. അപ്പൊ എന്റെ ശരീരത്തിന് ജിമ്മിന് പോയി വെറുതെ പൈസ കളയണ്ടല്ലോ, ഞാൻ തന്നെ ഇങ്ങനെ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു മെഷീൻ വർക്ക് പോലെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ അവരെ പഠിപ്പിക്കുന്ന കാര്യങ്ങളാവും. പിന്നെ സത്യം പറഞ്ഞാൽ ഒന്നിനും ടൈം കിട്ടാറില്ല. ഞാൻ ആ സമയത്തൊന്നും ഞാൻ ഇൻസ്റ്റയിലോ, എനിക്ക് ഇൻസ്റ്റാഗ്രാം ഒന്നും ഇല്ലാത്ത ടൈമാണ്. കാരണം നമുക്ക് ഇൻസ്റ്റ ഒന്നും അക്കൗണ്ട് തുടങ്ങി അതിനകത്ത് റീൽ എടുക്കാനുള്ള ഒരു സിറ്റുവേഷൻ അല്ലായിരുന്നു.
ഒരു അമ്മ മക്കളെ നോക്കണം, വീട്ടിലെ ജോലി നോക്കണം, നല്ല രീതിക്ക് പോകണം, അങ്ങനെ ഒരു മൈൻഡായിരുന്നു. പിന്നെ പതിയെ പതിയെ ഇവര് നല്ല രീതിക്ക് വളർന്ന് എന്റെ ജോലിയൊക്കെ കുറച്ചൊന്ന് കുറഞ്ഞ് അമ്മ വന്ന് വീട്ടില് അങ്ങനെയൊക്കെ ആയപ്പോഴത്തേക്കുമാണ് ഞാൻ ഈ ഫീൽഡിലോട്ട് ഇറങ്ങിയത് തന്നെ. അത് ആ കോലത്തിലാണ് ഞാൻ അന്ന് അങ്ങനെ ഇരുന്നത്. നിങ്ങൾക്ക് ഫോട്ടോസ് കാണുമ്പോൾ മനസ്സിലാവും. ഒരു വീട്ടമ്മ തന്നെയായിരുന്നു. ഇന്നും ഇതേ കണക്കായിരുന്നു ഡെയിലി. അതായത് അവർക്ക് സ്കൂൾ തിങ്കൾ തൊട്ട് ശനി വരെ അല്ലെ വെള്ളി വരെ എന്റെ ഡെയിലി ലൈഫിലെ കാര്യങ്ങൾ ഇങ്ങനെ തന്നെയാണ്. 1 മണിക്ക് കഴിക്കുന്നു, 5 മണിക്ക് എണീക്കുന്നു, ചോറും കറിയും വെക്കുന്നു, അവർക്ക് ഫുഡ് കൊടുക്കുന്നു, അവരുടെ കാര്യങ്ങൾ നോക്കുന്നു, ഇങ്ങനെ തന്നെയായിരുന്നു. അതിനകത്ത് എനിക്ക് എന്റർടൈൻമെന്റ് ആയിട്ട് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. എനിക്ക് ഒരു കാര്യമില്ല. പിള്ളേര് അവരുടെ കാര്യം സ്വന്തമായിട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്ക് അവരെ കുളിക്കുക, അവരുടെ ഡ്രസ്സ് സ്വന്തമായിട്ട് കഴുകുക, അവരുടെ ഹോംവർക്ക് അവർ സ്വന്തമായിട്ട് ഇരുന്ന് എഴുതുക. നമ്മൾ കൂടെ ഇരുന്ന് ഹെൽപ്പ് ചെയ്ത് ഒരു ഹെൽപ്പറായിട്ട് കൂടെ നിന്നാൽ മതി. മറ്റേത് എല്ലാ കാര്യം അവരുടെ കാര്യം നമ്മളുടെ തലയിലായിരിക്കും എല്ലാം. അപ്പൊ അവരുടെ കാര്യങ്ങളെല്ലാം സ്വന്തമായിട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഫുഡ് തണുത്താൻ വാരി കഴിക്കുക അതൊക്കെ ചെയ്ത് തുടങ്ങിയപ്പോഴത്തേക്കും എനിക്ക് കുറച്ചൊന്ന് ആ ഒരു ജോലി ഭാരം ഒന്ന് കുറഞ്ഞു. അപ്പോഴത്തേക്കും പതിയെ ഞാൻ എന്റെ വെയിറ്റ് കുറയ്ക്കാം, ബോഡി മെയിൻറ്റെയിൻ ചെയ്യാന്ന് വെച്ചിട്ട് പതിയെ ഫുഡുകളെല്ലാം കുറയ്ക്കുന്നു. 1 മണിക്ക് 1:30 ആഹാരം കഴിക്കുന്നു, ഉച്ചയ്ക്ക് ചോറ് കഴിക്കൂല, പിന്നെ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് എന്തെങ്കിലും സ്നാക്സ് കഴിക്കും. അതായിരുന്നു എൻ്റെ ആ ഒരു സമയം. വൈകുന്നേരം സ്നാക്സ് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ രാത്രി ഒന്നും കഴിക്കില്ല, ഫുൾ പട്ടിണിയായിരിക്കും. പട്ടിണി കിടന്നാൽ നമുക്ക് നല്ല രീതിക്കുള്ള ബുദ്ധിമുട്ടുണ്ടാവും, നല്ല രീതിക്കുള്ള സൈഡ് എഫക്റ്റ് ഉണ്ടാവും. അതുകൊണ്ട് പട്ടിണി കിടന്ന് മെലിയാൻ വേണ്ടിയിട്ട് ആരും നിൽക്കരുത്. കാരണം പട്ടിണി ആ സമയത്ത് പട്ടിണി കിടന്നത് ഇപ്പൊ എനിക്ക് നല്ല രീതിക്കുള്ള പണി കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ നല്ല രീതിക്ക് അങ്ങനെ വലിച്ചു വരി കഴിക്കൂല. ജ്യൂസ്, മെയിനായിട്ട് ജ്യൂസുകളും കാര്യങ്ങളും, പിന്നെ നട്ട്സ്, വെള്ളം, ഇതൊക്കെയാണ് എൻ്റെ ഫുഡ്. പക്ഷെ ഇപ്പം നല്ല രീതിക്കുള്ള ആഹാരം ഞാൻ വിശന്നങ്ങനെ ഇരിക്കാൻ എനിക്ക് പറ്റൂല. കാരണം വയറ്റിനത് ഭയങ്കര ബുദ്ധിമുട്ടാണ് വിശന്നിരിക്കുമ്പോഴത്തേക്കും. പക്ഷെ ഇപ്പം ഞാൻ അങ്ങനെ ഫുഡുകൾ കഴിച്ചിട്ട് പോലും അന്ന് പട്ടിണി കിടന്ന് അന്ന് ഫുഡ് കഴിക്കാതെ സ്കിപ്പ് ചെയ്തതിൻ്റെ ഒരു സൈഡ് എഫക്റ്റാണ് എനിക്ക് ഇന്ന് ഞാൻ അനുഭവിക്കുന്നത്. അതുകൊണ്ട് ആരും ഞാൻ 2 മാസമായിട്ട് മെഡിസിൻ കഴിക്കുകയാണ്. കാരണം ഫുഡ് കഴിക്കാതിരുന്ന് വിശന്നിരുന്ന് എനിക്ക് അസിഡിറ്റിയുടെ പ്രോബ്ലം ആണെന്ന് തോന്നുന്നു, എനിക്ക് അറിഞ്ഞുകൂടാ. ഇപ്പോൾ ഒരു 1.5 മാസമായിട്ട് തൊണ്ടയ്ക്ക് ചെറിയ പ്രശ്നമുണ്ട്, ആസിഡ് റിഫ്ലക്ഷൻ എന്നാണ് പറയുന്നത്. അപ്പം എന്തായാലും ഞാൻ എല്ലാവരും ഫുഡ് കഴിക്കാതിരുന്ന് അങ്ങനെ ഒരു ഡയറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ മെലിയാൻ വേണ്ടിയിട്ട് ഫുഡ് കഴിക്കാതിരിക്കാൻ ഞാൻ ആരെടുത്ത് ഒരിക്കലും പറയില്ല. നമുക്ക് വിശക്കുന്ന ടൈമിൽ എന്തെങ്കിലും ഒരു ജ്യൂസോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്നാക്സോ എന്തെങ്കിലും ഫ്രൂട്ട്സോ എന്തെങ്കിലും കഴിച്ചാലേ പറ്റുള്ളൂ. അല്ല നമ്മൾ ഫുഡ് കഴിക്കാതിരുന്ന് പട്ടിണി കിടന്ന് നമുക്ക് മെലിയാം എന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ആരും അങ്ങനെ ചെയ്യരുത്. കാരണം ഞാൻ എൻ്റെ ലൈഫിൽ അന്ന് തൊട്ട് ഇന്ന് വരെ മെലിയാൻ വേണ്ടിയിട്ട് പട്ടിണി കിടക്കാം. വർക്കൗട്ടിനൊന്നും പോകണ്ടല്ലോ, ജിമ്മിന് പോകണ്ടല്ലോ, സ്വന്തമായിട്ട് തന്നെ ഒരു ഡയറ്റ് ഞാൻ തന്നെ തയ്യാറാക്കി ഞാൻ തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോയത്. പക്ഷെ ഇപ്പം എനിക്ക് നല്ല രീതിക്ക് പണി കിട്ടിയിട്ടുണ്ട്. കാരണം എനിക്ക് അങ്ങനെ വിശന്നിരിക്കാൻ ഇപ്പം പറ്റണില്ല. കാരണം ഈ ആസിഡിന്റെ പ്രോബ്ലം കാരണം തൊണ്ടയിൽ എനിക്ക് എന്തോ ഒരു കുടുങ്ങി കണക്കത്തൊരു ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഒരു 2 മാസം കൊണ്ട് മെഡിസിൻ എടുക്കണം. അപ്പോൾ ഇത് കുറഞ്ഞില്ലെങ്കിൽ എനിക്ക് എൻഡോസ്കോപ്പിയാണ് പറഞ്ഞിരിക്കുന്നത്. വയറ്റിനകത്ത് ബുദ്ധിമുട്ട് എന്താണെന്ന് അറിയാം. അപ്പോൾ ദയവ് ചെയ്ത് ആരെങ്കിലും ഫുഡ് കഴിക്കാതെ പട്ടിണി കിടന്നിട്ട് വണ്ണം കുറയ്ക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നത് ദയവ് ചെയ്ത് ആരും അങ്ങനെ ചെയ്യരുത്. നമുക്ക് വിശക്കുന്ന ടൈമിൽ എന്തായാലും മതി, ബിസ്ക്കറ്റ് ആണെങ്കിൽ ബിസ്ക്കറ്റ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫ്രൂട്ട്സ് എന്തെങ്കിലും കഴിച്ച്, വെള്ളമെങ്കിലും ജ്യൂസെങ്കിലും കഴിച്ച് ദയവ് ചെയ്ത് വിശന്നിരിക്കരുത്. അങ്ങനെ ചെയ്യണം. എനിക്കത് നല്ല രീതിക്ക് പണി കിട്ടുമെന്നാണ് പറയണത്. മെയിനായിട്ട് ഞാൻ പട്ടിണിയായിരുന്നു. പട്ടിണിയും പിന്നെ എൻ്റെ വീട്ടിലെ ജോലിയും കൊണ്ടാണ് ഞാൻ മെലിഞ്ഞത്. ഇപ്പോഴത്തെ എൻ്റെ ഡയറ്റ് എന്ന് പറഞ്ഞാൽ രാവിലെ എണീറ്റുകൊണ്ട് ഞാൻ രാവിലത്തെ ഫുഡ് സ്കിപ്പ് ചെയ്യാറേ ഇല്ല. കുറേ നാളുകൊണ്ട് അങ്ങനെയാണ്. രാവിലെ എന്താണോ ഉണ്ടാക്കുന്നത്, ചപ്പാത്തി ആണെങ്കിൽ ചപ്പാത്തി, ഇഡ്ഡലി, ദോശ, എന്താണെങ്കിലും 3-4 എണ്ണമൊക്കെ ഞാൻ കഴിക്കാറുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു 2 അല്ലെങ്കിൽ 3 മുട്ടയുടെ വെള്ളം എടുക്കാറുണ്ട്. അങ്ങനെ എഗ് വൈറ്റ് എടുക്കുന്നത് നല്ലതാണ്, നമ്മുടെ സ്കിന്നിനൊക്കെ നല്ലതാണെന്ന് പറയാറുണ്ട്. നല്ല പ്രോട്ടീനാണ്. അപ്പൊ അത് കഴിക്കാറുണ്ട്. പിന്നെ നമുക്ക് വിശക്കുന്ന ടൈമിൽ അങ്ങനെ ഓയിലി ആയിട്ടുള്ളത്, അങ്ങനെ ഒരുപാട് മധുരം ഉള്ളതൊന്നും കഴിക്കാണ്ട് നല്ല രീതിക്കുള്ള സലാഡ്, വെള്ളരി, ക്യാരറ്റ്, ബീട്രൂട്ട്, മുസമ്പി, ഓറഞ്ച്, അങ്ങനെയൊക്കെ ഉള്ള, പിന്നെ പഴം, അതൊക്കെ നല്ലതാണ്. ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ മെയിനായിട്ട് നമ്മൾ ഡയറ്റിനകത്ത് ഉൾപ്പെടുത്തുക. 2 നേരമുള്ള ചോറ് കഴിപ്പ് സ്കിപ്പ് ചെയ്തിട്ട് 1 നേരം ചോറ് എടുത്തിട്ട് വൈകുന്നേരം നമുക്ക് എന്തെങ്കിലും ലൈറ്റ് ആയിട്ടുള്ള പലഹാരമോ ഗോതമ്പിൽ എന്തെങ്കിലോ അല്ലെങ്കിൽ ഓട്സോ എന്തെങ്കിലും ഫ്രൂട്ട്സോ ഒക്കെ ആയി കഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം ഇതൊക്കെയാണ് എൻ്റെ മെയിൻ ആയിട്ടുള്ള വണ്ണം കുറയ്ക്കാനുള്ള റീസൺ. ഇപ്പം എന്തായാലും നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ മനസ്സിലാവും ഞാൻ അങ്ങനെ വർക്കൗട്ട് ചെയ്തിട്ടോ ജിമ്മിന് പോയിട്ടോ ഹെർബാ ലൈഫ് ഒന്നും എടുത്തിട്ടില്ല. എനിക്ക് ഹെർബാ ലൈഫ് എടുത്ത് അങ്ങനെ കഴിക്കാനുള്ള ഒരു സിറ്റുവേഷൻ ഒന്നും അല്ലായിരുന്നു. ഞാൻ സ്വന്തമായിട്ട് തന്നെയാണ് വീട്ടിലെ ജോലിയും എൻ്റെ ഫുഡും കാര്യങ്ങളെല്ലാം സ്കിപ്പ് ചെയ്തിട്ട് തന്നെയാണ് എൻ്റെ ബോഡി ഒന്നും മെലിഞ്ഞത്. പിന്നെ ഇത്ര വിശന്നാൽ പോലും ഞാൻ ആഹാരം കഴിക്കൂല. മെയിനായിട്ട് അത് സ്കിപ്പ് ചെയ്തിട്ടേ ഉള്ളൂ. വെള്ളം കുടിച്ചിരിക്കും. ഭയങ്കര ക്ഷീണം വന്നാൽ പോലും ഞാൻ കഴിക്കൂല, എങ്ങനെയെങ്കിലും മെലിയണമല്ലോ എന്ന് വെച്ചിട്ട്. പക്ഷെ ഇപ്പം
അങ്ങനെ ഇരിക്കാറില്ല. വിശക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ പഴമോ തണ്ണിമത്തനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കാറുണ്ട്. പിന്നെ രാവിലത്തെ കാപ്പി നല്ല രീതിക്ക് ഞാൻ കഴിക്കാറുണ്ട്. ഇഡ്ഡലി ദോശയൊക്കെ ആണെങ്കിൽ 4-5 കഴിക്കാറുണ്ട്. അത് തന്നെ നമുക്ക് ഉച്ച വരെ നിൽക്കും. പിന്നെ ഉച്ചയ്ക്ക് ചോറും കഴിക്കാറുണ്ട്. അങ്ങനെ 2 നേരം ചോറ് കഴിക്കാറില്ല. ആഴ്ചയിൽ 2-3 ദിവസം കൂടുമ്പോഴൊക്കെയാണ് ചോറ് കഴിക്കുന്നത്. ഇപ്പൊ ഈ അസുഖം വന്നതിന് ശേഷം ഡെയിലി ഉച്ചയ്ക്ക് ചോറ് കഴിക്കാറുണ്ട്. പഴങ്കഞ്ഞിയൊന്നും കുടിക്കാറില്ല. പഴങ്കഞ്ഞിയൊക്കെ കുടിച്ചിട്ട് എനിക്ക് തോന്നുന്നത് എങ്ങനെയാണെങ്കിലും ഒരു 4-5 വർഷമായി. പഴങ്കഞ്ഞിയൊക്കെ കഴിച്ചാൽ വണ്ണം വെക്കുമെന്ന് എനിക്ക് സ്വയം തോന്നിയിട്ട് ഞാൻ സ്കിപ്പ് ചെയ്ത ഫുഡാണ് പഴങ്കഞ്ഞി. പിന്നെ പുറത്തെ ഫുഡുകൾ ഞാൻ കഴിക്കാറുണ്ട്. എനിക്ക് കൊതി തോന്നുമ്പം മേടിച്ച് കഴിക്കാറുണ്ട്. അങ്ങനെ അല്ലാതെ ഡെയിലി അങ്ങനെ പുറത്തെ ഫുഡ് കഴിക്കാറില്ല. വല്ലപ്പോഴും കൂടിയിട്ട് കൊതി തോന്നുമ്പോൾ കഴിക്കാറുണ്ട്. പിന്നെ ഏതെങ്കിലും ഒരു ജ്യൂസ്, ഇപ്പൊ സലാഡ് വെള്ളരി ആണെങ്കിൽ അത് അതിന്റെ തൊലി ഫുള്ള് കളഞ്ഞിട്ട് അതൊരു ജ്യൂസ് ഉപ്പിട്ടാണ് എടുക്കാറുള്ളത്. കാരണം നല്ല രീതിക്ക് ഞാൻ വെള്ളം കുടിക്കാറുണ്ട്. അപ്പൊ എനിക്ക് ഉപ്പിന്റെ നല്ല രീതിക്ക് കുറവുള്ളത് കൊണ്ട് ഈ ജ്യൂസിനകത്ത് ഞാൻ ഉപ്പിട്ട്, സലാഡ് വെള്ളരിയും ക്യാരറ്റിനകത്താണെങ്കിൽ ഉപ്പിട്ടാണ് നല്ല രീതിക്ക് ഞാൻ കുടിക്കാറ്. പിന്നെ അതല്ല തണ്ണിമത്തനാണെങ്കിൽ അത് കഴിക്കും. അങ്ങനെ എന്തെങ്കിലും നല്ല രീതിക്ക് വെള്ളവും ജ്യൂസും എടുക്കും. പിന്നെ ഈ ഫ്രൂട്ട്സ് ഒന്നും ഇല്ല, അല്ലെങ്കിൽ സലാഡ് വെള്ളരി ക്യാരറ്റ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ 1 ഗ്ലാസ് പാലിനകത്ത് ഒരു 2-3 ബദാമും കുറച്ച് ഈത്തപ്പഴവും കുറച്ച് അണ്ടിപ്പരിപ്പും ഇട്ട് നട്ട്സ് ജ്യൂസ് പോലെ 1 ഗ്ലാസ്. ഡെയിലി അങ്ങനെ എടുക്കാറില്ല. കാരണം നമുക്ക് നട്ട്സ് ജ്യൂസ് എടുത്തു കഴിഞ്ഞാൽ നമ്മളെ വെയിറ്റ് കൂടാൻ ചാൻസ് ഉണ്ട്. വെയിറ്റ് ലോസ് ചെയ്യണമെന്നുള്ളവർക്ക് നട്ട്സ് ജ്യൂസ് എന്തായാലും സ്കിപ്പ് ചെയ്താൽ മതി. അത് എടുക്കാൻ വേണ്ടി ഞാൻ പറയൂല. അപ്പൊ ഞാനത് ഒരാഴ്ചത്തെ ഗ്യാപ്പിലൊക്കെ എടുക്കാറുണ്ട്. പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് വെള്ളമൊക്കെ കുടിക്കുമ്പോഴത്തേക്കും എന്തായാലും നമുക്ക് ഉച്ചയ്ക്ക് ഒരു 1 മണി 2 മണിക്കുള്ള ചോറ് കഴിപ്പ് കാര്യങ്ങൾ നടക്കൂല. കാരണം വയറ് ഫുള്ളായിരിക്കും. ഫില്ലായിട്ടിരിക്കുന്ന സമയത്ത് എന്തായാലും നമുക്ക് ചോറ് കഴിക്കാൻ പറ്റില്ല. പിന്നെ നമുക്ക് വിശക്കുന്ന അടുത്ത ഒരു 4-5 മണി സമയത്തായിരിക്കും. ആ സമയത്ത് ഞാൻ ഇപ്പം ലൈറ്റായിട്ട് ചോറ് കഴിക്കാറുണ്ട്. ചോറ് കുറച്ചിട്ട് എന്താണോ പച്ചക്കറി ഉള്ളത് അത് നല്ല രീതിക്ക് കഴിക്കാറുണ്ട്. മീനാണെങ്കിൽ മീൻ ഫ്രൈ ഒക്കെ കഴിക്കാറുണ്ട്. പിന്നെ മധുരമുള്ള സാധനങ്ങൾ അങ്ങനെ ഒരുപാട് കഴിക്കാറില്ല. ലഡു ജിലേബി ഒന്നും അങ്ങനെ വലിച്ചുവാരി കഴിക്കാറില്ല. എപ്പോഴെങ്കിലും കൊതി തോന്നുമ്പോൾ മാത്രം അതൊന്ന് കഴിക്കാറുള്ളൂ. അല്ലാതെ അങ്ങനെ വലിച്ചുവാരി കഴിക്കില്ല. പിന്നെ വൈകുന്നേരം എന്തെങ്കിലും ലൈറ്റായിട്ട് കേക്കോ ബിസ്ക്കറ്റോ അങ്ങനെ എന്തെങ്കിലും. പിന്നെ രാത്രി ചോറ് അങ്ങനെ രാത്രി കഴിക്കാറില്ല. എന്തെങ്കിലും പലഹാരമാണെങ്കിൽ അങ്ങനെ, അതല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ഫ്രൂട്ട്സോ കാര്യങ്ങളൊക്കെയാണ് കഴിക്കുന്നത്. ഇതാണ് എൻ്റെ മെയിനായിട്ട് എൻ്റെ ഡയറ്റ്. അതല്ലാണ്ട് ഇതിനകത്ത് പ്രത്യേകിച്ച് അങ്ങനെ മെലിയാൻ വേണ്ടിയിട്ട് ടാബ്ലറ്റോ മെഡിസിനോ അങ്ങനെ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. പട്ടിണി കിടന്നിട്ടുണ്ട്. പക്ഷെ പട്ടിണി കിടന്നാൽ നമുക്ക് നല്ല രീതിക്കുള്ള പ്രശ്നം ഉണ്ടാവും. അത് ഞാൻ മുന്നേ പറഞ്ഞതാണ്. അതുകൊണ്ട് പട്ടിണി കിടന്ന് മെലിയാൻ വേണ്ടി ആരും നിൽക്കരുത്. നമുക്ക് പിന്നീട് നമുക്ക് പട്ടിണി കിടന്ന് മെലിയുന്ന സമയത്ത് ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല. പിന്നെ നമുക്ക് ഭാവിയിൽ എന്തായാലും നല്ല രീതിക്ക് പ്രശ്നം വരും. കാരണം അതാണ് ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പട്ടിണി കിടക്കാൻ വേണ്ടി ആരും ഇരിക്കരുത്. അപ്പൊ ഇതൊക്കെയാണ് എൻ്റെ ബോഡിക്ക് ഞാൻ കൊടുക്കുന്ന ജ്യൂസ് ഐറ്റംസ്. മെലിയാനുള്ള മെയിൻ കാരണം ഇതാണ്. പിന്നെ ഇടയ്ക്ക് ഞാനും മോളും ഡാൻസ് ഒക്കെ കളിക്കാറുണ്ട്. അപ്പൊ നമുക്ക് ഇപ്പൊ ഞാൻ ക്യാമറ എടുത്തു വെച്ചിട്ട് നമ്മൾ റീൽ അപ്ലോഡ് ചെയ്യുമ്പോൾ മാത്രമേ നിങ്ങൾ കാണുള്ളൂ. അത് ഫസ്റ്റ് ടേക്കിൽ എടുക്കുന്ന ആ ഒരു വീഡിയോ മാത്രമേ കാണൂ. നമ്മളിപ്പോൾ ആ വീഡിയോ കംപ്ലീറ്റ് ആവണമെങ്കിൽ രാവിലെ അല്ലെങ്കിൽ തലേ ദിവസം പ്രാക്ടീസ് ചെയ്യണം. ഒരു 6-7 വട്ടം പ്രാക്ടീസ് ചെയ്യും. ഒന്നീ അവള് തെറ്റിക്കും അല്ലെങ്കിൽ ഞാൻ തെറ്റിക്കും. അപ്പം നമ്മൾ രണ്ടുപേരും കൂടെ കറക്റ്റ് ചെയ്യണത് വരെ, കറക്റ്റ് സ്റ്റെപ്പ് കറക്റ്റ് ആവുന്ന വരെ, ആ വീഡിയോ ഫിനിഷിംഗ് ആയിട്ട് കിട്ടണത് വരെ ഡാൻസ് ഇങ്ങനെ കളിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ ആ 1 മണിക്കൂർ 1.5 മണിക്കൂർ പ്രാക്ടീസ് കഴിയുമ്പോഴത്തേക്കും ബോഡി നല്ല രീതിക്ക് വിയർത്ത് ആകെ നല്ല പരുവാവും. അപ്പൊ അത് നല്ല രീതിക്ക് ബോഡിക്ക് ഒരു വർക്കൗട്ട് കൊടുക്കുന്ന കണക്കാണ് ആ ഡാൻസ്. ഈ സൂംബ ഡാൻസിനൊക്കെ പോയിട്ട് വെയിറ്റ് കുറയ്ക്കുന്നവരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അതും എൻ്റെ ബോഡിക്ക് ഒരു എക്സസൈസ് പോലെ തന്നെയാണ് ഞങ്ങളുടെ ഈ ഡാൻസും കാര്യങ്ങളൊക്കെ. പിന്നെ വീട്ടിലെ ജോലി കാര്യങ്ങൾ, പിന്നെ ഫുഡ് കൺട്രോള്, മെയിനായിട്ട് ഈ ജ്യൂസ് കാര്യങ്ങൾ, ഇതൊക്കെയാണ് എൻ്റെ ഫുഡ്. പിന്നെ ഞാൻ ഹെർബാ ലൈഫിന്റെ ഒരു കാര്യം, എനിക്കതൊരു നെഗറ്റീവായിട്ട് പറയണല്ല. ഞാൻ ഹെർബാ ലൈഫ് പ്രോഡക്റ്റിനെ അങ്ങനെ താഴ്ത്തി പറയുന്നതും അല്ല. നമ്മളിപ്പോൾ എൻ്റെ ഒരു കസിൻ ഉണ്ട്, അവള് ഹെർബാ ലൈഫിന്റെ പ്രോഡക്റ്റ് യൂസ് ചെയ്തതാണ്. അത് എങ്ങനെ നല്ല എമൗണ്ട് ആണ്, എനിക്ക് കറക്റ്റ് അറിഞ്ഞൂടെ. അവള് പറയുന്ന ഒരു 15-20 ഒക്കെ അടുപ്പിച്ചാണ് അവള് 3 മാസം കോഴ്സൊക്കെ ചെയ്തപ്പോൾ. പക്ഷെ നമ്മൾ കോഴ്സ് ആ ഹെർബാ ലൈഫിന്റെ പ്രോഡക്റ്റ് എടുക്കുന്ന സമയത്ത് നമ്മൾ അവര് പറയുന്ന എന്തായാലും നമ്മൾ കേൾക്കും. നമ്മൾ ഇന്ന ഫുഡ് കഴിക്കാൻ പാടില്ല, ഇന്ന സമയത്ത് ഇന്ന സാധനം സ്കിപ്പ് ചെയ്യണം, ഇന്ന സമയത്ത് ഇന്ന സാധനം കഴിക്കണം, ബ്രേക്ക്ഫാസ്റ്റ് എന്തോ ഒഴിവാക്കണം, പിന്നെ ഈ ജ്യൂസ് അങ്ങനെ എന്തൊക്കെയോ അവർ പറയുന്നത്. അപ്പൊ നമ്മൾ ഈ 10-15,000 രൂപ കൊണ്ടൊന്ന് കൊടുത്തിട്ട് ഹെർബാ ലൈഫിന്റെ പ്രോഡക്റ്റ് മേടിച്ച് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ ഈ പ്രോഡക്റ്റ് സ്റ്റോപ്പ് ചെയ്തിട്ട്, അതായത് അവള് കോവിഡ് സമയത്ത് അവൾക്ക് ആ പ്രോഡക്റ്റ് എടുക്കാൻ പറ്റാത്തത് കൊണ്ട് അവൾ ആ പ്രോഡക്റ്റ് സ്റ്റോപ്പ് ചെയ്ത സമയത്ത് അവൾ വീണ്ടും പഴയത് കണക്ക്, എനിക്ക് തോന്നുന്നു 87-88 ആയിരുന്നു അവളുടെ വെയിറ്റ്. ഇതെടുത്ത സമയത്ത് 60-50 ആയിരുന്നു. പിന്നെ ഇത് അപ്പോൾ അവൾക്ക് നല്ല റിസൾട്ട് ആയിരുന്നു. എനിക്ക് ഹെർബാ ലൈഫ് എടുത്തപ്പോൾ വണ്ണം കുറഞ്ഞതൊക്കെ എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹെർബാ ലൈഫ് എടുത്ത് എനിക്ക് വണ്ണം കുറഞ്ഞു. ഞാനും കണ്ടപ്പോൾ ചോദിച്ചു എങ്ങനെയാണ് നീ മെലിഞ്ഞെന്ന് വെച്ചപ്പോൾ അവളെടുത്ത് ഇങ്ങനെയാണ് പറഞ്ഞത്. പക്ഷെ അവളിത് സ്റ്റോപ്പ് ചെയ്ത്, പിന്നെ അവൾക്ക് ഇത്രയും എമൗണ്ട് കൊടുത്ത് ഇത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനം എടുക്കാൻ പറ്റില്ല. കോവിഡ് ടൈമിൽ അവൾ ഈ സാധനം സ്റ്റോപ്പ് ചെയ്ത സമയത്ത്
വീണ്ടും അവള് പഴയ കണക്കിനെ തടിച്ച് 80-85 നല്ല തടിയാണ്, പഴയ കോലത്തിൽ തന്നെയാണ് അവളായത്. അപ്പൊ നമ്മൾ ഇത്രയും പൈസ ചെലവാക്കി ഇത്രയും പ്രോഡക്റ്റ് ഒക്കെ യൂസ് ചെയ്യുന്നതോട് എനിക്കൊരു താല്പര്യവും ഇല്ല. നമ്മൾ ഇത്രയും എമൗണ്ട് ചെലവാക്കി കോസ്റ്റ്ലിയുള്ള സാധനം എടുത്തിട്ട് നമ്മൾ അവര് പറയുന്ന ഡയറ്റ് എന്തായാലും നമ്മൾ ചെയ്യും. പിന്നെ നമുക്ക് ഈ പൈസ ചെലവാക്കി സാധനം മേടിക്കാൻ നമുക്ക് അത് സ്വയം ചെയ്യാവുന്നതേ ഉള്ളൂ. അങ്ങനെയാണ് ഞാൻ ചെയ്തേക്കുന്നത്. അല്ലാതെ ഒരു ഹെർബൽ ലൈഫും ഞാൻ എടുത്തിട്ടില്ല. ഈ 15,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ ഫുഡും ഫ്രൂട്ട്സും കാര്യങ്ങളും മേടിച്ച് നമുക്ക് തന്നെ യൂസ് ചെയ്യും. നമ്മൾ തന്നെ സ്വയം വിചാരിക്കുക നമുക്ക് മെലിയണം, അത് കഴിച്ചാൽ നമ്മൾ വണ്ണം വെക്കും, വേണ്ട നമുക്ക് നല്ല രീതിയിൽ പോകണം, സ്വയം വിചാരിച്ച് നമുക്ക് ഫുഡ് കൺട്രോൾ ചെയ്യാവുന്നതേ ഉള്ളൂ. അല്ലാതെ ഇപ്പൊ ജിമ്മിന് പോണവർക്കും കണ്ടിന്യൂ ചിലപ്പോൾ ചില വീട്ടമ്മമാർക്ക് ജിമ്മിനൊന്നും പോകാൻ പറ്റൂല. വീട്ടിലെ ജോലിയും അവരുടെ വർക്കിന്റെ തിരക്കും കാര്യങ്ങളുമായിട്ടൊന്നും പറ്റൂല. നമ്മള് നല്ല രീതിക്ക് ഒരു ഫുഡ് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോവാ. നമ്മളെ കൊണ്ട് പറ്റുന്ന എന്തെങ്കിലും എക്സസൈസ് വീട്ടിൽ നമുക്ക് യൂട്യൂബിൽ തന്നെ നോക്കിയാൽ കാണാം. എന്തെങ്കിലും ഈ കൈവണ്ണം കുറയാനുള്ളത്, അല്ലെങ്കിൽ വയറ് കുറയാനുള്ളത്, ബോഡി മെലിയാനുള്ളത്, അങ്ങനെയൊക്കെ ഓരോ ടിപ്സുകൾ നോക്കുമ്പോൾ യൂട്യൂബിൽ തന്നെ കാണും. അത് നമുക്ക് ജസ്റ്റ് നമ്മുടെ ഫോൺ എടുത്ത് വെച്ച് അത് പ്ലേ ചെയ്ത് നമുക്ക് വീട്ടിൽ തന്നെ ഒരു മണിക്കൂർ ചെയ്യാവുന്നതേ ഉള്ളു. അതല്ലാണ്ട് അങ്ങനെ പ്രോഡക്റ്റ് മേടിക്കാനോ ജിമ്മിന് പോകാനോ അതിനൊന്നും എനിക്ക് താല്പര്യമില്ല. നമുക്ക് എത്ര നാൾ ചെയ്യാൻ പറ്റും എന്നുള്ളതൊരു ഉറപ്പില്ല. ചിലപ്പം പതിയെ കൊണ്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും. പക്ഷെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുമ്പം പിന്നെ വീണ്ടും നമ്മൾ വണ്ണം വെക്കാൻ ചാൻസ് ഉണ്ട്. ഈ പൈസ ചെലവാക്കി ഇതൊന്നും ചെയ്യാണ്ട് നമുക്ക് സ്വയം ചെയ്താൽ അത്രയും നല്ലതായിരിക്കും. ഞാൻ അതിനോടാണ് യോജിക്കുന്നത്. അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്തായാലും പറയുക. ഞാൻ ഇങ്ങനെ ആയത് മെയിനായിട്ട് എൻ്റെ പുറകിൽ ഒരുപാട് എഫേർട്സ് ഉണ്ട്. പട്ടിണി കിടന്നതും വീട്ടിലെ ജോലി ചെയ്തതും. കാരണം നമുക്കൊന്ന് ഫ്രീ ആയിട്ട് എനിക്ക് എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ട് ഞാൻ ഒന്നും അങ്ങനെ ചെയ്യാനുള്ള ടൈം എനിക്ക് കിട്ടാറില്ല. മക്കളെ എങ്ങനെയും നല്ല രീതിക്ക് നോക്കണം, അവരെ ഒന്ന് വണ്ണം വെപ്പിച്ചെടുക്കണം, അവരുടെ സ്കിൻ കെയർ, അവരെ നല്ല രീതിക്ക് ഡ്രസ്സൊക്കെ ഇട്ട് ഒരുക്കി, മെയിനായിട്ട് അവരായിരുന്നു ഫോക്കസ്. അവരെ നല്ല രീതിക്ക് കൊണ്ടുപോകണം. അപ്പൊ എനിക്ക് എന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ള ടൈമേ ഇല്ല. അതാണ് ഞാൻ അന്ന് ആ കോളത്തിരുന്നത്. പിന്നെ അവരുടെ കാര്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം എനിക്ക് കുറച്ചൊന്ന് ആ ഒരു ജോലി ഭാരം കുറച്ച് കുറഞ്ഞതിന് ശേഷം ഞാനും പതിയോരം ചെയ്യാൻ തുടങ്ങി. കൂടെ അവരെയും കൂടെ കൂട്ടിയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ എന്തൊക്കെയാണോ ജ്യൂസ് എടുക്കാറുള്ളത് അത് അവരിവിടെ നിൽക്കുന്ന ദിവസം അവർക്ക് ഞാൻ കൊടുക്കാറുണ്ട്. അവർക്ക് ഞാൻ ആഴ്ചയിൽ 3-4 ദിവസം അവർക്കും നട്ട്സ് ജ്യൂസ് ഒക്കെ കൊടുക്കാറുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് പ്രത്യേകം പാക്കുകൾ തന്നെ ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ട്. അതേ മുഖത്ത് സോപ്പ് തേക്കൂല, പിള്ളേർക്ക് മുഖത്ത് സോപ്പ് തേക്കൂല. ബോഡിയിൽ ഞാൻ തേക്കുന്നതുകൊണ്ട് അങ്ങനെ ലോഷനോ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യില്ല. ഞാനൊരു അഷ്ടപതി മഡിന്റെ ഒരു സോപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് ഇപ്പൊ കഴിഞ്ഞ ഒരു 3-4 മാസമായിട്ട് അഷ്ടപതിയുടെ സോപ്പാണ് യൂസ് ചെയ്യണത്. അത് കൊള്ളാം, അത്യാവശ്യം സ്കിന്ന് ബ്രൈറ്റ് ആവുന്നുണ്ടെന്ന് ഞാനിങ്ങനെ കണ്ട് തന്നെയാണ് എൻ്റെ മക്കൾ യൂസ് ചെയ്യുന്നത്. അങ്ങനെ മുഖത്ത് ഞങ്ങൾ ആരും സോപ്പ് യൂസ് ചെയ്യില്ല, പൗഡർ യൂസ് ചെയ്യൂല. അപ്പം ഇതൊക്കെയാണ് മെയിനായിട്ട് എൻ്റെ വണ്ണം കുറയാനുള്ള ഞാൻ ചെയ്ത കുറേ കാര്യങ്ങൾ. അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സോ കമൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ മെസ്സേജ് ഇട്ടാൽ മതി. അപ്പം ഇനി എൻ്റെ അടുത്ത വീഡിയോയിൽ എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചിട്ട് നെയിൽ കെയർ ഒന്ന് പറഞ്ഞു തരുമോ, നെയിൽ പോളിഷ് കളക്ഷൻസ് ഒന്ന് കാണിക്കോ. നെയിൽ പോളിഷ് കളക്ഷൻസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, പക്ഷെ ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് ഈ വീഡിയോയിൽ ചെയ്യാൻ പറ്റില്ല. അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിരുന്നത്. ഇതൊക്കെയാണ് എൻ്റെ നെയിൽ പോളിഷ് കളക്ഷൻ. കാണുമോ? ഇത് ഇത്രയാണ് എൻ്റെ നെയിൽ പോളിഷ് കളക്ഷൻ. ലിപ്സ്റ്റിക്ക് പോലെ തന്നെ പ്രാന്താണ് ഇതും. അപ്പൊ ഇത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ.